ഓരോരുത്തരുടെയും വോട്ടവകാശം അമാനത്താണ്. ഇതിൽ കൂടെ അള്ളാഹിനെ ഏത് രീതിയിൽ തൃപ്തിപ്പെടുത്താൻ കഴിയും, ഇതിൽ കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏത് നിലപാടാണ് എടുക്കാൻ പറഞ്ഞത് എന്നുള്ള വിഷയമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അതിൽ കൂടെ മാത്രമേ ദുന്യാവിലും അതുകൊണ്ടുള്ള പ്രയോജനം ഉണ്ടാവുള്ളൂ, വരാൻ പോകുന്ന ആഖിറത്തിലും അതിന്റെ പ്രതിഫലം കിട്ടാൻ കാരണമായി തീരുള്ളൂ. അതല്ലാത്ത രീതിയിലുള്ള ഇടപാടുകളെല്ലാം അസ്ഥാനത്തായി പോകും. അതുകൊണ്ട് വ്യക്തമായ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കണം. ഒന്ന്, നേതാക്കന്മാരെ തെരഞ്ഞെടുക്കുമ്പം അവർക്ക് ഉണ്ടാകാൻ വേണ്ടിയ ക്വാളിറ്റികൾ പറയുന്നുണ്ട്. മുഴുവൻ സമൂഹത്തിനും പ്രയോജനപ്പെടണം. അതായത് ഇതിന്റെ സംഘടനയ്ക്ക് പ്രയോജനം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇതിൽ കൂടെ വോട്ട് നിങ്ങൾക്ക് തരാം, ഇത് അസ്ഥാനത്താണ്, ഇത് അള്ളാഹിന്റെ ദീനല്ല, ശരിയത്തല്ല. അതേ സ്ഥാനത്ത് ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും അതിൽ കൂടെ പ്രയോജനം കിട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെയാണെന്നുള്ള റസൂലായി തങ്ങൾ ഇത് പഠിപ്പിച്ചു തന്നത്. ഈ വിഷയമാണ് ഇവിടെ സംസാരിക്കുന്നത്. അതുകൊണ്ട് തീർത്തും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലിൽ കൂടെ മാത്രമേ അള്ളാഹു തആല അത് അംഗീകരിക്കുള്ളൂ. ബാക്കി ലാ ഇലാഹ ഇല്ലല്ലാഹ് വേറെ സംഘടനയിൽ ഉൾപ്പെടുത്തുന്നതിൽ കൂടെ അള്ളാഹിന്റെ തൃപ്തി ഒരിക്കലും കരസ്ഥമാക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ 10 മിനിറ്റ് വെച്ചാൽ 10 മിനിറ്റ് ക്ലിപ്പ് പൂർണ്ണമായിട്ട് കേട്ട് മനസ്സിലാക്കി അതിന്റെ സ്ഥാനത്ത് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് നോക്കുക. ഒന്ന്, വികസന വ്യാമോഹങ്ങളിൽ കൂടെയോ അതല്ലെങ്കിൽ വികസന വാഗ്ദാനങ്ങളിൽ കൂടെയോ വോട്ട് ചെയ്യാൻ പാടില്ല. അത് മൂന്നാം കാറ്റഗറി കഴിക്കുന്ന വിഷയമാണ്. വികസന വ്യാമോഹങ്ങൾ പൂർത്തീകരിക്കുന്നതോടുകൂടെ ഖജനാവ് കാലിയായിക്കൊണ്ടേയിരിക്കും, കടക്കാരായിട്ട് മാറും. അതിന് മുന്നിൽ പരിഹരിക്കേണ്ടതാണ് മനുഷ്യന്റെ ആവശ്യ പൂർത്തീകരണം. പ്രത്യേകിച്ചും സർക്കാർ സമ്പാദ്യ മേഖലയിൽ വരുത്തുന്ന വീഴ്ചകൾ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. അതായത് വ്യക്തിപരമായിട്ട് സമ്പത്ത് ഉണ്ടാക്കിയെടുത്തതെന്ന് സർക്കാർ ഊറ്റിയെടുക്കുക ചെയ്യുന്നത്. അതേ സ്ഥാനത്ത് സർക്കാർ തന്നെ അവരുടെ കഴിവുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സമ്പത്ത് ഉണ്ടാക്കാനുള്ള മേഖലയിലേക്ക് അവർ തിരിയണം. ആ വിഷയം പിന്നെടുക്കാം. ഒന്നാമതായി, ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന നേതാക്കന്മാർ ചെയ്യേണ്ട കരാറ് അവരെ കയ്യിലാണ് കംപ്ലീറ്റ് അധികാരങ്ങൾ ഏൽപ്പിക്കുന്നത്, ആഭ്യന്തരം അവരെ കയ്യിലാണ് ഏൽപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യരുടെയും ജീവൻ സുരക്ഷ, അവിടെ സ്വത്തിന്റെ സംരക്ഷണം, ഈ രണ്ട് കാര്യമാണ് ഏറ്റവും കൂടുതൽ മെജോറിറ്റി കൊടുക്കേണ്ടത്. ഇതിന് രണ്ടിനും ഗ്യാരണ്ടി തരാൻ കഴിയുന്ന ആളുകളെ ഈ ഉത്തരവാദിത്തം ഏൽപ്പിക്കാൻ പാടുള്ളൂ. ഒന്നാമത്തെ നിബന്ധന, ഒരു വീട്ടിൽ ഭക്ഷണം സൗകര്യങ്ങളൊക്കെ ഉണ്ട്, അതുള്ളതോട് കൂടെ തന്നെ സ്വിമ്മിംഗ് പൂളും സൗകര്യങ്ങളൊക്കെ ഒന്ന് ലാവിഷായിട്ടുണ്ട്, വികസനം നടന്നത്. പക്ഷെ ആ വീടിന് വാതിലില്ലാതിരുന്ന് കഴിഞ്ഞാൽ എന്തായിത്തീരും? ഉള്ളതൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ, അതുള്ളതോട് കൂടിയിട്ട് അത് ആസ്വദിക്കാൻ പറ്റാത്ത രീതിയിൽ മാനസികമായിട്ടുള്ള പ്രയാസങ്ങളോട് കൂടിയായിരിക്കും ആ വീട്ടിൽ ജീവിക്കുക. അപ്പൊ ആദ്യം വേണ്ടി വാതിലിന് ഡോറാണ്. അതെങ്ങനെയാണ് ഇസ്ലാമികമായിട്ട് അതിന്റെ നിലപാട് എന്നുള്ളതാണ് ഞാൻ ഇവിടെ വ്യക്തമാക്കുന്നത്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ പുറപ്പെട്ടു പോയ സമയത്തും അവിടെയുള്ള 3 ജൂത ഗോത്രങ്ങളുണ്ട്, അവരോട് സഖ്യം ചേരുക ചെയ്യുന്നു, അവരുമായിട്ട് ഒരുമിച്ച് ഒരു കരാർ ഉണ്ടാക്കുക ചെയ്യുന്നു. ഈ കരാർ വ്യവസ്ഥയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഭാഗത്തു നിന്ന് അക്രമം വന്നാൽ ആ വിഷയത്തിൽ നിങ്ങളെ മുമ്പിൽ നമ്മൾ ഉണ്ടാവും, 100% നമ്മളെ ഗ്യാരണ്ടിയാണ്. അതേപോലെ ഇങ്ങോട്ട് നിങ്ങൾ തിരിച്ച് ഇടപെട്ടോളണം. എന്താണ് കരാർ ഉണ്ടോ? മദീനയിൽ വെച്ചിട്ട് ഇതേപോലെ 2 ഗോത്രങ്ങളുണ്ട് അവിടെ, ഔസ് ഗോത്രം, ഹസ്രജ് ഗോത്രം. ഈ 2 ഗോത്രം മുസ്ലിങ്ങളായിരിക്കെ തന്നെ ഇവരെ അഭിപ്രായ വ്യത്യാസം വന്നു. അതിന്റെ മുന്നിൽ ഇവർ ചെറിയ ഭിന്നിപ്പ് ഉണ്ടായി. ഈ ഭിന്നിപ്പ് തീർക്കാൻ വേണ്ടിയിട്ടാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ പരിശ്രമിച്ചത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് അള്ളാഹു തആല ആയത്ത് ഇറക്കിയത്. ഈ ആയത്തിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് ആയിഷത്ത് ഫർസാന കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ചത്. ഒരു ആയത്തെടുത്ത് ദുർവ്യാഖ്യാനം ചെയ്യുക, അവിടെ ഒരു യോജിപ്പിന് വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്ത് ഇറക്കിയത്. അതേ സ്ഥാനത്ത് അതൊരു ഇലക്ഷൻ വോട്ട് വ്യവസ്ഥക്കും വേണ്ടിയിട്ട് അള്ളാഹു തആല ആയത്ത് ഇറക്കിയതല്ല. ഇവിടെ ഒരു യോജിപ്പ് വരുമ്പോഴത്തിന് മറുവശത്ത് വലിയ വർഗീയത പൊട്ടിപ്പുറപ്പെടും. ആ വർഗീയത പൊട്ടിപ്പുറപ്പെടുന്ന രീതിയിലാണ് ഈ വിഷയത്തിനെ ആയിഷത്ത് ഫർസാന അവതരിപ്പിച്ചത്. ഇത് വലിയ തെറ്റാണ്, അത് അവർ തിരുത്താൻ തയ്യാറാവണം. ഒരു മേജർ വിഷയമാണ്. ഒരു കുടുംബത്തിൽ യോജിപ്പ് ഉണ്ടാക്കുക എന്നുള്ളതിന്റെ അപ്പുറം അതൊരു ഇലക്ഷൻ ബേസിലേക്ക് നീക്കാൻ വേണ്ടിയിട്ടല്ല ഇട്ടത്. അപ്പോഴും ആരുമായിട്ട് സഖ്യണ്ട്, ഇവിടെ ജൂതന്മാരായിട്ട് സഖ്യണ്ട്. ഇനി ഫിനിഷിംഗ് പോയിന്റിൽ പറയാം, ലോകത്ത് അക്രമം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ആരാണോ അനീതി ചെയ്യുന്നത് ആ അനീതിയോട് പ്രതികരിക്കാൻ വേണ്ടിയിട്ടാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ 23 വർഷത്തെ പരിശ്രമം നടത്തിയത്. ഒരിക്കലും തന്നെ ദീനിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടോ ഏകദൈവ സിദ്ധാന്തത്തിന് വേണ്ടിയിട്ടോ ഒരിക്കലും തന്നെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ ഏതെങ്കിലും ഒരു മനുഷ്യനെ നോവിച്ചതായിട്ടോ ഒന്നും ലോകത്ത് ആർക്കും കാട്ടിത്തരാൻ കഴിയില്ല. ഒരു ചരിത്ര ഗ്രന്ഥങ്ങളിലും അത് തെളിയിക്കാൻ കഴിയില്ല. അപ്പൊ ലോകത്ത് സമാധാന അന്തരീക്ഷം നിലനിൽക്കുക, ഇതിന് ഒന്നാമതായിട്ട് ഗ്യാരണ്ടി ചെയ്യുന്നത് എന്താണ്? 100% നിങ്ങളുടെ സംരക്ഷണം ഞങ്ങൾ ഏറ്റെടുത്തോളാം. ആ വിഷയത്തിൽ ഉപദ്രവകാരികളായ വിരലിലെണ്ണാവുന്ന ആളുകൾ തയ്യാറായി വരുമ്പോൾ അതിന് വേണ്ടുന്ന നടപടികൾ എടുത്തിട്ട് അത് അവസാനിപ്പിക്കണം. അത് അവസാനിപ്പിക്കാതിരുന്നു കഴിഞ്ഞാൽ ഭൂരിപക്ഷം ആളുകളും അവരിലേക്ക് ലയിച്ചു ചേർന്ന ഒരു വലിയ സംഘമായി തീരും, വലിയ പ്രയാസങ്ങൾ പിന്നീട് ഉണ്ടാകാൻ കാരണമായി തീരും. നീതി നാട്ടിൽ നിഷേധിക്കുമ്പോഴാണ് നാട്ടിൽ അക്രമങ്ങൾ ഉണ്ടാകുക. അക്രമങ്ങൾ പെരുകാണ്ടാൻ കാരണം അതാണ്. ഒരു മനുഷ്യനെ ഉപദ്രവിച്ച് ഒരു ആദർശമില്ലാത്ത ആളായാലും ശരി, തീർത്തും ആ മനുഷ്യൻ അയാൾ നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചിലപ്പോൾ വലിയ എന്തെങ്കിലും തെറ്റ് ചെയ്തു വരും, അതിന് മറിച്ച് എന്തെങ്കിലും ചെയ്തു വരും. അതും പൈചാര്യ ആദർശ അടിസ്ഥാനത്തിലാണ്. അപ്പൊ തീർത്തും പള്ളി പരിപാലിക്കണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 5 നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. ഈ 5 നിബന്ധനകൾ രാജ്യം ഭരിക്കാൻ ഒരിക്കലും വെച്ചിട്ടില്ല. എന്നുള്ളതിലൂടെ ഉദ്ദേശിക്കുന്നത് സാമൂഹിക ബാധ്യതയാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഓരോ വ്യക്തികൾക്കും അതിന്റെ പ്രയോജനം കിട്ടണം, അപ്പം മാത്രമേ അല്ലാഹു തആല തൃപ്തനാവുകയുള്ളൂ. ഇതൊരു കുടുംബത്തിന്റെ കാര്യമല്ല, അല്ലെങ്കിൽ പള്ളിന്റെ കാര്യമല്ല, മറിച്ച് ആ നാട്ടിലെ മുഴുവൻ മനുഷ്യർക്കും അതിൽ കൂടെ പ്രയോജനം കിട്ടണം. ആ രീതിയിൽ അതായി തീർന്നെങ്കിൽ മാത്രമേ അല്ലാഹു തആല
തൃപ്തനാവുകയുള്ളൂ, അതിൽ കൂടെ പ്രതിഫലം കിട്ടുള്ളൂ, നാടിനും പ്രയോജനം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഒന്നാമതായിട്ട് ഉണർത്തി ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിയണം എന്നുള്ള വിഷയം. ജീവനും സ്വത്തിനും സംരക്ഷണ ഉത്തരവാദിത്തം 100% അവർ ഏറ്റെടുത്തതിന് ശേഷം രണ്ടാമത്തെ ഉത്തരവാദിത്തം അതിൽ കൂടെ കിട്ടുന്ന പ്രയോജനങ്ങൾ സമൂഹത്തിന് മുഴുവൻ തുല്യമായ രീതി വീതിച്ചു കൊടുക്കണം. അതിൽ ഇന്ത്യ സംഘടനക്ക് ഇത്ര കിട്ടണം, അത് ദീനല്ല, അത് പൊതു മുതലാണ്. അതൊരിക്കലും സ്വകാര്യവൽക്കരിക്കാനേ പാടില്ല. സ്വകാര്യവൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ലോക അവസാനത്തിന്റെ അലാമത്തായിട്ട് അള്ളാഹു തആല എണ്ണപ്പെട്ട വ്യവസ്ഥയാണ്. അതുകൊണ്ട് ഓരോ വ്യക്തികൾക്കും അതിന്റെ പ്രയോജനം കിട്ടുന്ന രീതിയിലായിരിക്കണം അതിന്റെ നേതാക്കന്മാർ ഇത് ഉപയോഗപ്പെടുത്തേണ്ടത്. സംഘടന താല്പര്യമൊന്നും അള്ളാഹു തആല അനുകൂലിക്കൂല. പ്യുവർ ദീൻ മാത്രമേ അള്ളാഹു തആല അംഗീകരിക്കുള്ളൂ. ഒന്നും കൂടെ വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും അള്ളാഹിന്റെ കുടുംബക്കാരാണെന്നുള്ള അള്ളാഹു തആല വ്യക്തമായ രീതിയിൽ പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് സമൂഹത്തിന് അതിന്റെ 100% ഗുണം കിട്ടുന്ന രീതിയിലാണ്. മൂന്നാമത്തെ ഉത്തരവാദിത്വം, എന്തെങ്കിലും വിധി കൽപ്പിക്കുമ്പം അതിൽ 100% നീതി ഉണ്ടാവണം. നാലാമത്തെ ഉത്തരവാദിത്തമാണ് ഭരണാധികാരിയുടെ അടുത്ത് ഉണ്ടാവേണ്ടത്. ആരെങ്കിലും കാരുണ്യം തേടി വന്നു കഴിഞ്ഞാൽ അവരോട് കരുണ കാണിക്കണം. അവനെ പുറംകാലുകൊണ്ട് തള്ളുന്ന പ്രകൃതിയുള്ള ആളെ അവരത് സെലക്ട് ചെയ്യേണ്ടത്. അഞ്ചാമത്തെ നേതാക്കന്മാരുടെ ഉത്തരവാദിത്തമാണ് ജനങ്ങളുമായിട്ട് കൂടി ആലോചിച്ചതിന് ശേഷമായിരിക്കണം ഒരു വിഷയങ്ങളിൽ തീരുമാനം എടുക്കാൻ. പ്രത്യേകിച്ചും നേതൃത്വ സ്ഥാനം ഒരിക്കലും അധികാരമല്ല, മറിച്ച് സേവനമാണ്. ഈ സേവനം അനുഷ്ഠിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വം. ഈ രീതിയിൽ കാര്യങ്ങൾ നീങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും വിഭാഗീയതയോ വർഗീയതയോ ഒന്നും നാട്ടിലുണ്ടാവില്ല. ഇതിന് ഭംഗം വന്നു കഴിഞ്ഞാൽ നാട്ടിൽ വിഭാഗീയത, വർഗീയത എല്ലാം ഉടലെടുക്കാൻ കാരണമായിത്തീരും. ഞാൻ ഇത്തരം കാര്യങ്ങൾ തീർത്തും ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളുടെ സുന്നത്തുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. എത്രത്തോളം മനസ്സിലാക്കിയെടുക്കണം. ഒരു കേരളം ഭരിക്കുന്ന വിഷയമോ ഇനി അതിൽ ഇന്ത്യ ഭരിക്കുന്ന വിഷയം അല്ല ഇതിൽ ഉൾപ്പെടുത്തിയത്. പ്രത്യേകിച്ചും 20ഓളം രാഷ്ട്രങ്ങൾ ഒരാളെ കൺട്രോളിൽ കൊണ്ടുവരുന്നത് അതിന് ഉപയോഗപ്പെടുത്തിയ മാനദണ്ഡങ്ങളാണിത്. ഇതാണ് ശരീഅത്തിന്റെ വ്യവസ്ഥ. ഇതിനപ്പുറം മറ്റേത് വീക്ഷണങ്ങളും തീർത്തും അള്ളാഹിന്റെ നിയമമായിട്ട് ബന്ധപ്പെട്ടതല്ല. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും പരിഗണിക്കൂല. അതിൽ കൂടെ ദുനിയാവിലും വലിയ കെടുതി ഉണ്ടായിത്തീരും, ആഖിറത്തിലും നല്ല കെടുതി ഉണ്ടായിത്തീരും. ആർക്കെങ്കിലും ജോലി നൽകുകയാണെങ്കിൽ അത് യോഗ്യതന്റെ മുകളിലായിരിക്കണം ജോലി നൽകേണ്ടത്. പരിചയത്തിന്റെ മുകളിൽ ഒരിക്കലും ജോലി നൽകാൻ പാടില്ല. ദരിദ്രരോടും ബലഹീനരോടും ദയയാണ് നേതാവ് കാണിക്കേണ്ടത്. തെറ്റുകൾക്ക് മറുപടി നൽകുക, ജനങ്ങളെ വഞ്ചിക്കരുത്. അക്രമികാരികളായ ആളുകൾ ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വ തആല അംഗീകരിക്കൂല. അതുകൊണ്ട് വർഗീയത തീർത്തും ഹറാമായ സംഗതിയാണ്. അതുകൊണ്ട് വർഗീയത തീർത്തും ഹറാമാണ്. വിഭാഗീയത, ഒരുമിച്ച് കൂട്ടൽ, ഇതൊക്കെ ദീനിന്റെ സുന്നത്തായ നടപടികൾ ഉപയോഗിച്ച് ചെയ്ത് പൂർത്തിയാക്കേണ്ട ഉത്തരവാദിത്വമാണ്. ദീനിന്റെ പൂർത്തീകരണ സമയത്ത് പോലും ബഹുദൈവ വിശ്വാസികളും ഖുറൈശികളും കൂടിയിട്ട് മറ്റൊരു ബഹുദൈവ വിശ്വാസികളെ, മക്കത്തുള്ള ബഹുദൈവ വിശ്വാസികളെ ആക്രമിച്ചതിന് നീതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ യുദ്ധത്തിന് പുറപ്പെട്ടത്. അവിടെയും ദീന്റെ വളർച്ചയല്ല, മറിച്ച് നീതി ലോകത്ത് നടപ്പിലാക്കുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ മാനദണ്ഡം. അതുകൊണ്ട് പ്രത്യേകിച്ചും മുസ്ലിങ്ങളായ ആളുകളോട് ഉണർത്താനുള്ളത്, ലോകത്ത് ജനാധിപത്യ വ്യവസ്ഥ നടപ്പിലാക്കണം. പ്രത്യേകിച്ചും ലക്കും ദീനിക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ ആചാരം. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസം, അവരുടെ ആചാരം, മറിച്ച് 100% മറ്റെല്ലാ കാര്യങ്ങളിലും ഒരുമിച്ച് നിൽക്കുക. ഇതാണ് ആയത്തിന്റെ അർത്ഥം. ലോകത്ത് ജനാധിപത്യ വ്യവസ്ഥ പുലരാൻ വേണ്ടിയിട്ട് 100% എല്ലാ ആളുകളും ഒരുമിച്ച് കൂടണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വിഷയത്തിന് തൽക്കാലം ഇൻഷാ അല്ലാഹ് വിരാമം കുറിക്കുന്നു. മറ്റു രീതിയിലുള്ള താല്പര്യങ്ങൾ പരിഗണിച്ച് സംസാരിക്കുമ്പോൾ, പ്രത്യേകിച്ചും നേതൃത്വ സ്ഥാനങ്ങളിൽ മോഹം നിലനിന്നു കഴിഞ്ഞാൽ ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പ്രത്യേകിച്ചും ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ വോട്ട് ബാങ്ക് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അർഹതപ്പെടാത്ത പൈസ പൊതുജനങ്ങളെ മുതൽ അനർഹമായ രീതിയിൽ കരസ്ഥമാക്കുന്നത്. ഈ വിഷയങ്ങളിലേക്കൊന്നും ഇപ്പോൾ തൽക്കാലം പോകുന്നില്ല. ഇൻഷാ അല്ലാഹ് 100% വർഗീയത ലോകത്തിൽ നിന്ന് തുടച്ചു മാറ്റാൻ എന്താണ് ചെയ്യേണ്ടത്, അതിനെല്ലാവരും ഒരുമിച്ച് കൂടി സഹകരിച്ച് പ്രവർത്തിക്കണമെന്ന് ഉണർത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ തൽക്കാലം ഈ സംസാരം അവസാനിപ്പിക്കുന്നു. ഓക്കെ.